റിപ്പോർട്ടർ ബ്രേക്കിംഗ് 35 അലോപ്പതി മരുന്നുകളുടെ മിശ്രിതത്തിന് നിരോധനം. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് കേന്ദ്രം നിരോധിച്ചത്. പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി. നിരോധിച്ച മരുന്നുകൾ ഗുരുതര ആരോഗ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കണ്ടെത്തൽ. വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം. വി.എസ്. രഞ്ജിത്ത്, എങ്ങനെയൊക്കെയുള്ള മിശ്രിതങ്ങളാണിപ്പോൾ നിരോധിച്ചിരിക്കുന്നത്? അതിൽ സാധാരണഗതിയിൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? സുജയ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേന്ദ്ര ഡ്രഗ് കൺട്രോൾ ബോർഡ് ഇവിടെ നിരോധിക്കുന്നത് സ്വാഭാവികമാണ്. അത് സാധാരണ നിരോധിക്കാറുള്ളത് പുതിയ മിശ്രിതങ്ങൾ കണ്ടെത്തുമ്പോഴോ പുതിയ മരുന്നുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോഴോ ആണ്. പക്ഷേ ഇത്തവണ നിരോധിക്കുന്നതിനൊരു വാർത്താ പ്രാധാന്യമുള്ളത്, ഇത്തവണ നിരോധിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുകയും എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ സംസ്ഥാനങ്ങൾ അനുമതി കൊടുത്തതുമായ മരുന്നുകളാണ്. ഈ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ കോമ്പിനേഷനുകൾ ഏറ്റവും അടിയന്തരമായി പിൻവലിക്കുകയോ ഇത് നിർത്തുകയോ വേണം. കാരണം സംസ്ഥാനങ്ങൾ ഈ മരുന്നുകൾക്ക് നിലവിൽ അപ്രൂവ് കൊടുത്തിരിക്കുന്നത് ആരോഗ്യ പരിശോധനകളോ ട്രയലോ കൂടാതെയാണ്. അങ്ങനെ ടെസ്റ്റുകൾ കൂടാതെ അനുമതി കൊടുക്കുകയും വളരെ പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള 35 മരുന്നുകൾ പേരുകൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ, പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന വൊഗ്ലിബോസ് പോലുള്ള ഗ്ലിംപ്രൈഡ് പോലുള്ള മരുന്നുകൾ ഉണ്ട്. അതുപോലെ പ്രഷറുള്ള രോഗികൾക്ക് കൊടുക്കുന്ന, താരന് കൊടുക്കുന്ന മരുന്നുകൾ, അത്തരത്തിൽ 35 മരുന്നുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം ഉപയോഗിച്ച ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ്, വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ മരുന്നുകൾക്ക് അനുമതി കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഇത് ഉപയോഗിച്ചവർ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഈ മരുന്ന് പിൻവലിക്കുന്നു, നിരോധിക്കുന്നു എന്നതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. ഓക്കെ, വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.